സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഒരു മാസത്തെ അവധിയിൽ പ്രവേശിച്ചു. സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ജേക്കബ് തോമസ് അവധിയിൽ പ്രവേശിച്ചത്. ജേക്കബ് തോമസിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മടങ്ങി വരില്ല. തുടർച്ചയായ ഹൈക്കോടതി വിമർശത്തെ തുടർന്നാണ് സർക്കാർ ഇടപെടലുണ്ടായതെന്നാണ് സൂചന. ലോക്നാഥ് ബെഹ്റയ്ക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. ജേക്കബ് തോമസിനോട് അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു. അവധി അപേക്ഷ നൽകിയപ്പോൾ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഓഫീസ് വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. വിവരങ്ങളുമായി സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ് സൈനുലാബ്ദീൻ, ഏത് സാഹചര്യത്തിലാണ് വിജിലൻസ് ഡയറക്ടർ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം അത് എത്രത്തോളം മുഖവിലക്കെടുക്കാൻ സാധിക്കും? രാജീവ്, കഴിഞ്ഞ ഒരു മാസക്കാലമായി ഹൈക്കോടതിയിൽ നിന്ന് വിജിലൻസിനെതിരെ തുടർച്ചയായി വിമർശനങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഗുരുതരമായ ചില പരാമർശങ്ങൾ കൂടി നടത്തിയിരുന്നു. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റാത്തതെന്ത്, സർക്കാർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്ത് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു സർക്കാരിനോട് ജഡ്ജ് ചോദിച്ചിരുന്നത്. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജേക്കബ് തോമസിനെ കാണുകയും ജേക്കബ് തോമസിനോട് ഒരു മാസത്തെ അവധിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടി വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ജേക്കബ് തോമസ് ഇനി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മടങ്ങി വരില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹവുമായി നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം പ്രധാനമായും പറയുന്നത് സർക്കാർ നിർദ്ദേശം താൻ പാലിക്കുക മാത്രമാണ് ചെയ്തത്. കൂടുതൽ കാര്യങ്ങൾ തനിക്കിപ്പോൾ പുറത്തു പറയാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ നടത്താമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന വിമർശനങ്ങളും അതുപോലെ തന്നെ ജിഷ കേസിൽ വിജിലൻസ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടും സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവധിയിൽ പോകാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചെങ്കിലും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങളിലേക്ക് മാത്രം ഇനി കടന്നാൽ മതി. ക്രമസമാധാന ചുമതലയുള്ള DGP ലോക്നാഥ് ബെഹ്റയ്ക്കാണ് വിജിലൻസിന്റെ പുതിയ ചുമതല നൽകിയിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം തലസ്ഥാനത്ത് നിന്ന് മാറാൻ വേണ്ടി ജേക്കബ് തോമസിനോട് സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം അവധി അപേക്ഷ സർക്കാരിന് സമർപ്പിച്ചു. ആ അപേക്ഷ സർക്കാർ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തോട് മാറിപ്പോകാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഉറപ്പായി നമുക്ക് പറയാൻ കഴിയുന്നത് തുടർച്ചയായി ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജിഷ കേസിൽ വിജിലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ അതിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കോടതിയിൽ നടക്കാനുണ്ട്. ഒരുപക്ഷെ പ്രതിഭാഗം ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരെയും പ്രോസിക്യൂഷനെതിരെയും ഏറ്റവും കൂടുതൽ ആയുധമാക്കാൻ പോകുന്നതും ആ റിപ്പോർട്ട് തന്നെയായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവധിയിൽ പോകണമെന്ന നിർദ്ദേശം സർക്കാർ ജേക്കബ് തോമസിന് നൽകിയതും ജേക്കബ് തോമസ് തലസ്ഥാനത്ത് നിന്ന് മാറാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തതും. രാജീവ്, ഈ കേസുകളുടെ കാര്യം, ഹൈക്കോടതിയുടെ വിമർശനവും ജിഷ കേസും പറയുമ്പോൾ തന്നെ CPM-ലെ മുതിർന്ന നേതാവ് EP ജയരാജൻ കേസ് ആരോപണ വിധേയനായ കേസിൽ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോയത് വിജിലൻസ് ഡയറക്ടറായ ജേക്കബ് തോമസ് ആയിരുന്നു. അത്തരം നടപടികൾ CPM-ൽ ഏതെങ്കിലും വിധത്തിലുള്ള വിമർശനത്തിന് കാരണമായിട്ടുണ്ടോ? അത് ജേക്കബ് തോമസിൻ്റെ അവധിക്കും സ്ഥാനമാറ്റത്തിനും കാരണമാകുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും അതും കാരണമാകാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് അപ്പുറം വേറൊരു നിലപാട് ജേക്കബ് തോമസിന്റെ പിന്തുണച്ചതിൽ സ്വീകരിച്ചിരുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിലെല്ലാം ജേക്കബ് തോമസിനെതിരായ ആരോപണങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷം ആയുധമാക്കിയപ്പോഴെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജേക്കബ് തോമസിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച നടന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന സമിതി യോഗത്തിലും വിജിലൻസിന്റെ നടപടികൾക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നതായും സൂചനയുണ്ട്. കാരണം തുടർച്ചയായി ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ വിമർശനം കേൾക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ തന്നെ ബാധിക്കുമെന്ന തരത്തിൽ വിജിലൻസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടി നേതാക്കൾക്കിടയിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റണമെന്ന തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമയം വരെ ജേക്കബ് തോമസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പെട്ടെന്ന് ജിഷ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുപോലെ തന്നെ ഈ ഹൈക്കോടതി വിവാദങ്ങളും ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ പഴയ കാര്യങ്ങൾ കൂടി സർക്കാർ കൂട്ടി വായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് മാറി നിൽക്കാനുള്ള നിർദ്ദേശം നൽകിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സെയ്ഫ് സൈനുലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് KS മധുസൂദനൻ, നിയമവിദഗ്ധൻ, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ചേരും. കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസും കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഒപ്പം ഭാസുരേന്ദ്ര ബാബു, ഇടതു ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനും, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ ചേരും. വിജയരാഘവൻ, മുൻ MP-യും CPM നേതാവും അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ സീനിയർ എഡിറ്ററുമായ KJ ജേക്കബിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് KS മധുസൂദനൻ, ഭരണമുന്നണിക്ക്, പ്രതിപക്ഷ മുന്നണിക്ക്, ഹൈക്കോടതിക്ക് എല്ലാം സ്വീകാര്യമായൊരു തീരുമാനത്തിലേക്ക് ജേക്കബ് തോമസ് എത്തി. അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നു. അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റാൻ സർക്കാർ ഏറെക്കുറെ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ആ അവസ്ഥയാണോ നമ്മൾ കാണുന്നത്? എല്ലാവർക്കും സ്വീകാര്യനാവുക എന്നത് ഒരു അയോഗ്യതയായി
ഒരിക്കലും നമുക്ക് കാണാനാവില്ല. എല്ലാവർക്കും അദ്ദേഹം സ്വീകാര്യനായത് ഏത് കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഒരു ഫുട്ബോൾ റഫറിയെ പോലെ മഞ്ഞക്കാടും ചുവന്ന കാർഡും എല്ലാം കാണിച്ച് അഴിമതിയിൽ വലിയ ഒരു കുതിച്ചുചാട്ടം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആണ് നമ്മളെ അഭിമുഖീകരിച്ചത്. പക്ഷേ ഈ മഞ്ഞക്കാടും ചുവപ്പ് കാർഡും കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ വരുന്ന വിഷയങ്ങളിൽ കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ എന്നത് ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും കൂടുതൽ പറയുന്നവർ പലപ്പോഴും കുറച്ച് ചെയ്യുന്ന ആളുകളായി മാറും. വിജിലൻസ് ഡയറക്ടർ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് കടന്നു കയറാൻ കഴിയുന്ന മേഖലകൾ സാധാരണ അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട പൊതു സേവകരുടെ പബ്ലിക് സർവൻസിൻ്റെ അഴിമതിയെ കൂച്ചുവിലങ്ങിടുന്നതിന് വേണ്ടിയാണ് ഈ വിജിലൻസ് ഡയറക്ടർക്ക് പ്രധാനമായിട്ടുള്ള ജോലി. എന്നാൽ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ട ജിഷയുടെ കേസ് തന്നെ. ഇപ്പോൾ ജിഷ കേസ് അന്വേഷിച്ച് അതിൻ്റെ ഒരു രഹസ്യ റിപ്പോർട്ട് കൊടുക്കാനുള്ള വിജിലൻസിൻ്റെ അധികാരം എന്താണെന്നൊരു ചോദ്യം. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയായിരിക്കും. കാരണം നമ്മളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇയാൾ തന്നെയാണോ പ്രതി, അല്ലെങ്കിൽ ഒന്നിലേറെ പ്രതികളുണ്ടോ, യഥാർത്ഥത്തിൽ ഇയാളെ ഒരു ഒരു മാപ്പുസാക്ഷിയാക്കുകയാണോ ചെയ്തിരിക്കുന്നത്, ഈ രീതിയിലൊക്കെ തന്നെ യഥാർത്ഥ പ്രതികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോയത് എന്ന രൂപത്തിലൊക്കെ തന്നെ ചർച്ചകളുണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു വിജിലൻസ് ഡയറക്ടർക്ക് ഇത്തരത്തിലുള്ളൊരു ക്രൈം കേസ് അന്വേഷിക്കാൻ ആരെങ്കിലും അധികാരപ്പെടുത്താതെ ഇത് അന്വേഷിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം. ഏത് നിയമത്തിൻ്റെ ബലത്തിലാണ് അദ്ദേഹം അത് അന്വേഷിച്ചത്? പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പല ചർച്ചകളിൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് പോലെ അദ്ദേഹം ചിറകരിഞ്ഞ ഒരു തത്തയാണ് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കൈനോട്ടക്കാരൻ്റെ തത്തയെപ്പോലെ അതിന് കൂടിന് പുറത്തു വന്നാൽ പോലും തിരിച്ച് കൂട്ടിലേക്ക് തന്നെ കയറേണ്ടതായ ഒരവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. കാരണം അതിന് പറക്കാൻ കഴിയില്ല. വിജിലൻസിൻ്റെ എല്ലാം പൊതുവിശേഷം അതാണ്. കാരണം മാറി മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ യുക്തിക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എല്ലാം തന്നെ പരിഷ്കരിക്കാനായി സുപ്രീം കോടതിയെല്ലാം എത്രയോ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ പോലും അതിൽ കാതലായ മാറ്റം വരുത്താൻ പലപ്പോഴും കഴിയില്ല. കാരണം രാഷ്ട്രീയത്തിൽ തന്നെ പ്രതിയോഗികളെ നേരിടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താറടിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ അഴിമതികൾ മാത്രം പുറത്തു കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഉദാഹരണത്തിന് EP ജയരാജൻ്റെ കേസെല്ലാം തന്നെ അന്വേഷിച്ച് വളരെ വളരെ ശക്തമായ അന്വേഷണം നടത്തി ഏതാണ്ട് ഭരണകക്ഷിയെ പ്രതിക്കൂട്ടിലാക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം പോയത് ഒരു കാരണമായിട്ട് കഴിഞ്ഞ ചർച്ചയിൽ ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇനി പ്രതികരണം വരുമ്പോഴായിരിക്കാം യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ ഈ സ്വയം ലീവെടുത്ത് പോകുന്ന, അവധിക്ക് പോകുന്ന, ഒരു മാസത്തെ അവധിക്ക് പോകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി. എന്ത് കാരണം കൊണ്ടാണെന്ന് അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ പറയുമായിരിക്കും. പക്ഷേ പലപ്പോഴും കാണേണ്ട ഒരു വിഷയം, ഇതുവരെ ഉണ്ടായിരുന്ന വിജിലൻസ് ഡയറക്ടർമാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ടോക്കറ്റീവായവരാണ്, വളരെയധികം സംസാരിക്കുന്നവരാണ്. പലപ്പോഴും അത്തരത്തിലുള്ള സംസാരങ്ങൾ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുകയാണ്, സംസാരിക്കുകയല്ല വേണ്ടത്. അതോടൊപ്പം തന്നെ വളയമില്ലാതെ ചാടാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് ശരിയല്ല. കാരണം ഒരു നിയമത്തിൻ്റേതായ ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൽ ഉള്ളിൽ നിന്ന് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ നമ്മൾ TN ശേഷനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ. ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ കമ്മീഷനെ ചലിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വം ഉണ്ട് അവിടെ. കാരണം തങ്ങളുടെ അധികാരം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ അധികാരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. ഇത് പുറത്തു പോയിട്ടുള്ള പ്രവർത്തനങ്ങളായി മാറുമ്പോൾ പലപ്പോഴും വല്ലാത്ത വിമർശനത്തിന് അദ്ദേഹം വിധേയനാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയോ അതിൻ്റെ അശുദ്ധികളെക്കുറിച്ചൊന്നും നമ്മളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിനെതിരെ തന്നെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങളെല്ലാം ഉണ്ടായെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ അദ്ദേഹത്തിന് വിമുക്തി നേടുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ വാർത്തകളിലൂടെ കാണുന്നത്. ആ രീതിയിൽ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വിജിലൻസ് ഡയറക്ടർമാരിൽ നിന്ന് വളരെ ശ്രദ്ധേയനാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ വളരെ ശ്രദ്ധ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം കൂടുതൽ സംസാരിച്ചു, അല്ലെങ്കിൽ കൂടുതൽ തന്നെ പരസ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയോ, അതുതന്നെയാണോ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവുന്നുണ്ട്. കാരണം ഇവിടെ അഴിമതി രഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു ഡയറക്ടറെ നമുക്ക് എത്രമാത്രം കാണാൻ കഴിഞ്ഞു എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് IAS ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഒരു ദിവസത്തെ ലീവ് എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തന്നെ കേരള സമൂഹം ചർച്ച ചെയ്തതാണ്. കാരണം IAS സമൂഹത്തിനെതിരെ ഒരു IPS ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തങ്ങളത് അംഗീകരിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് IASകാർ വന്നപ്പോൾ ആ IASകാർക്ക് എതിരായ നിലപാടെടുക്കാൻ കേരള സമൂഹം ഒരു പരിധിവരെ തയ്യാറായിട്ടുണ്ട്. കാരണം അഴിമതിക്കും വിധേയരാകേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ അധികാരികളാണ്, അധികാരി വർഗമാണ്,
ഞങ്ങളെ ആരും തൊടാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല എന്ന ഒരു പൊതുവസ്ഥ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും കാണേണ്ടത് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന ജിഷ കേസിനോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വല്ലാതെ അവസ്ഥയിലേക്ക് എത്തുന്നു. ഞാൻ പറയുന്നത് ജിഷ കേസ് കൃത്യമായി അന്വേഷിച്ചില്ല എന്ന ഒരു വിലയിരുത്തൽ എനിക്കുണ്ട്. അതേ സമയത്ത് തന്നെ അത് വിചാരണയിലിരിക്കുന്നൊരു കേസാണ്. ആ വിചാരണയിരിക്കുന്നൊരു കേസ് അത് തെളിവെടുത്ത് തീരുമാനിക്കാൻ വളരെ ശക്തമായ ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ ആ കേസ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് അധികാരമില്ലാത്തൊരു സാധനം അന്വേഷിച്ച് ഞാൻ മടങ്ങിയെത്താൻ ശ്രീ കെ എസ് മധുസൂദനൻ താങ്കളിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ ഈ പറയുന്ന വിമർശങ്ങളൊക്കെ ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ അധികാര പരിധി കടന്നു പ്രവർത്തിച്ചു എന്ന വിമർശം കോടതി പല കുറി ഉന്നയിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ വിജിലൻസ് ഡയറക്ടറെ വിളിച്ചു വരുത്തേണ്ടി വരും. ഈ വിജിലൻസ് ഡയറക്ടറെ എന്തിനു തുടരാൻ അനുവദിക്കുന്നു, സർക്കാർ എന്തുകൊണ്ട് മൗനം തുടരുന്നു എന്നിത്യാദി വിമർശങ്ങൾ ഒക്കെ ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ. പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നൊരു സന്ദേശം അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ, ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ഭരണാധികാരികളുടെ കാര്യത്തിൽ, അധികാരത്തിലിരുന്നവരും അധികാരത്തിന് പുറത്തുപോയവരുടെയും കാര്യത്തിലൊക്കെ അദ്ദേഹം കർശനമായ നിലപാടുകൾ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അത് പിന്തുടരും പാകത്തിലുള്ള അന്വേഷണ നടപടികളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തിരുന്നു. ആ അന്വേഷണ നടപടികളെ അല്ലെങ്കിൽ ആ വിൽ പവറിനെ പിന്തുണയ്ക്കാൻ ഒരു പരിധിവരെ മുഖ്യമന്ത്രി തയ്യാറാവുകയും ചെയ്തിരുന്നു. ഒടുവിൽ അദ്ദേഹവും മുഖ്യമന്ത്രിയും ജേക്കബ് തോമസിനെ കൈവിട്ടു എന്നാണോ നമ്മൾ ഇന്ന് അദ്ദേഹം അവധിയിൽ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷേ ഈ ശരിയായ ദിശാബോധത്തോടെയുള്ള ഭരണരംഗത്ത് തന്നെ അഴിമതി വിരുദ്ധതയും അതുമാതിരി സുതാര്യതയും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമായൊരു ദിവസമായിരിക്കും രാജീവ് ശങ്കരൻ ഇന്ന്. കാരണം ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഉണർത്തപ്പെടുന്ന പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ച് കരിമ്പുംകാട്ടിൽ ആന കയറിയമാതിരിയുള്ള കഴിഞ്ഞ 5 വർഷം നടന്ന ആഭാസകരമായ ഈ ഭരണത്തിന് ശേഷം പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെ അതിൻ്റെ ഔന്നത്യങ്ങളിൽ എത്തിക്കുന്ന ഒരു തീരുമാനമായിരുന്നു ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായി മുഖ്യമന്ത്രി അവരോധിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രിക്കും സവിശേഷതകളുണ്ട്. ഈ അന്വേഷണ ഏജൻസികളെ തടവിലാക്കുന്ന ഇന്ത്യയുടെ തന്നെ പൊതുനയത്തെ വിമർശിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അന്വേഷണം CBI ആകട്ടെ വിജിലൻസ് ആകട്ടെ അവരെയൊക്കെ തടവിലിടുന്ന രീതിക്ക് എതിരെ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് എന്ന് പറയുന്ന ഒരു ഫ്രീഡം കൊടുക്കുന്നതിൻ്റെ ഒരു ഡിക്ലറേഷനായിരുന്നു, വിജിലൻസിന് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ജേക്കബ് തോമസിനെ കൊണ്ടുവരിക എന്നത്. അത് അത്രത്തോളം വൻതോതിൽ ശ്രീ മധു പറഞ്ഞതുമാതിരി തന്നെ വൻതോതിലുള്ള പ്രതീക്ഷ ഉയർത്തുകയും ചെയ്തിരുന്നു. പല കാലഘട്ടങ്ങളിൽ കോടതികളിൽ നിന്നും ഇതര വിഭാഗങ്ങളിൽ നിന്നും കഷ്ടങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രി കയ്യിലെ ഒരു വളരെ കൃത്യമായി പൊതിഞ്ഞു പിടിച്ച ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വിജിലൻസ് ഡയറക്ടറെ സംരക്ഷിക്കുകയും ചെയ്തു. ഇതൊക്കെ നാം കണ്ടതാണ്. എന്നിട്ട് പൊടുന്നനെ അദ്ദേഹത്തിന് ഈ നിലയ്ക്ക് പോകേണ്ടി വരുന്നത്, അവധിയെടുക്കുമ്പോൾ അദ്ദേഹം പോകേണ്ടി വരുന്നു. അത് DGPക്ക് അത് പകരം കൊടുത്തു, പോസ്റ്റ് ശരിയാണ്. പക്ഷേ എൻ്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം ഇനി ആ പോസ്റ്റിലേക്ക് തിരിച്ചു വരാനേ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിലെ പോലീസ് ഫോഴ്സിൽ നിന്ന് എന്നേക്കുമായി പോവുകയും ചെയ്തേക്കാം. ഈ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് നാം ആലോചിക്കുന്നത് നല്ലതായിരിക്കും. രാജീവ് ശങ്കർ അവസ്ഥാന്തരം സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ IAS ലോബി എന്നാണ് പറയേണ്ടത്, ലോബിയാണത്. IAS ലോബി, അതുപോലെ തന്നെ ജുഡീഷ്യൽ ലോബി, ആ വാക്ക് ഞാൻ പ്രയോഗിക്കുമ്പോൾ മധുസൂദനൻ ക്ഷമിക്കുക. ആ നിലയ്ക്കാണ് അവിടുന്ന് പലതും കുത്തൊഴുക്കിയായി പുറത്തേക്ക് വന്നത്. സ്വാഭാവികഗതിയിലൊന്നും ആയിരുന്നില്ല. പത്രക്കാർക്ക് തിരിയാത്ത കാര്യങ്ങളൊന്നുമല്ല അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ. ആര് പറഞ്ഞിട്ട് ഏത് കോടതി നിർദ്ദേശിച്ചു, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും. അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു നീതിമാന്റെ രക്തം കോടതികളുടെയും IPS അരമനകളുടെയും ഒക്കെ സഹായത്തോടെ നമ്മുടെ പൊതുജീവിതത്തിലേക്ക് വീണിരിക്കുന്ന ദുരന്തപൂർണമായ ദിനമാണ് ഇന്ന് എന്നാണ് എൻ്റെ ആദ്യ പ്രതികരണം. രാജീവ് ശങ്കർ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നമ്മളത് പറയുമ്പോൾ IAS ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ അവധിയെടുത്തുകൊണ്ട് ജേക്കബ് തോമസിൻ്റെ നടപടികൾക്കെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ച ദിവസം നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് മുഖ്യമന്ത്രി ശക്തമായൊരു താക്കീതാണ് IAS ഉദ്യോഗസ്ഥർക്ക് നൽകിയത്.
അവർ അവധി അപേക്ഷ പിൻവലിച്ച് ജോലിക്ക് ഹാജരാകുന്ന സാഹചര്യമുണ്ടായി. കോടതിയിൽ നിന്ന് നിരന്തരം വിമർശനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലും മുഖ്യമന്ത്രി അദ്ദേഹത്തിനൊപ്പം നിന്നിരുന്നു. പക്ഷേ ഇപ്പോഴും താൻ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ കൃത്യമായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് ഡയറക്ടറുടെ ഒപ്പം നിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ താങ്ങ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വിജിലൻസ് ഡയറക്ടറെ മാറ്റണം എന്ന നിലപാട് എടുത്തതിൻ്റെ ഭാഗമായിരിക്കില്ലേ മുഖ്യമന്ത്രി വിജിലൻസ് ഡയറക്ടറെ കൈവിട്ടിട്ടുണ്ടാവുക? അതെ, നിശ്ചയമായും അതെ. ഞാനൊരു കാര്യം പറയാം. ഇന്നലെയാണ് ഈ വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള അവസാനത്തെ കേസും തള്ളപ്പെട്ടത്. അങ്ങനെ വരുമ്പം അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് സ്പഷ്ടമായും പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ അഗ്നിശുദ്ധി തെളിയിച്ചിട്ട് തന്നെയാണ്. എന്നിട്ടും പോകേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. ഒരു മുഖ്യമന്ത്രിക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റി സംരക്ഷിച്ചയാളാണ് അദ്ദേഹം. എന്നിട്ടും ഇദ്ദേഹത്തിന് പോകേണ്ടി വരുന്നത് യഥാർത്ഥ അധികാരൻ രാജീവ് ശങ്കർ വിവിധ തലങ്ങളിൽ പടർന്നു കിടക്കുകയും ആ പടർന്നു കിടക്കുന്ന അവസ്ഥയിൽ വിവിധ വിഭാഗങ്ങൾ ഈ പിന്നണിയിൽ തിരശ്ശീലയ്ക്ക് പിന്നണിയിൽ കൈകോർക്കുകയും ചെയ്താൽ, ഞാൻ ജുഡീഷ്യറി അടക്കമാണ് പറയുന്നത്, കൈകോർക്കുകയും ചെയ്താൽ സത്യം ശരിക്കും കഴുത്ത് ഞെരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതാണ് ഈ ദുരന്തപൂർണമായ അനുഭവത്തിൻ്റെ ആസന്ന ഹേതു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതും നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഡീൻ കുര്യാക്കോസ്, കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം. കോൺഗ്രസ് എങ്ങനെയാണ് ജേക്കബ് തോമസ് അവധിയിൽ പോകുന്നതിനെ അല്ലെങ്കിൽ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തെ കാണുന്നത്? അതെ, ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അതുതന്നെയാണ് ഏറ്റവും ശരി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. എന്തുകൊണ്ട് ജേക്കബ് തോമസ് അവധിയിൽ പ്രവേശിച്ചു അഥവാ അദ്ദേഹത്തെ മാറ്റി എന്നതിൻ്റെ വിശദീകരണം നൽകാൻ ഒന്നാമത് ബാധ്യതയുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയും നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ആ കട്ടിൽ കണ്ട് ആരും പനിക്കണ്ട എന്ന് താക്കീതിൻ്റെ സ്വരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ആവർത്തിച്ചത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു വല്ലാത്ത എനിക്കൊരു മിനിറ്റ് സമയം തരണം. അതായത് ഇവിടെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജേക്കബ് തോമസിനെ അനുകൂലിക്കുന്നവരെല്ലാം അഴിമതി വിരുദ്ധർ, ജേക്കബ് തോമസിനെ എതിർക്കുന്നവരെല്ലാം അഴിമതിക്കാർ. ആ ഒരു രീതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളും അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ അത്തരത്തിലുള്ള ഒരു അതിർവരമ്പ് നിശ്ചയിക്കാൻ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ തെറ്റില്ല. എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന പശ്ചാത്തലം എന്താണ്? കഴിഞ്ഞ ഗവൺമെൻറ്റിനെ ഏറ്റവും അധികം പൊതുസമൂഹത്തിന് മുൻപിൽ അപമാനിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചയാളാണ് ഈ ജേക്കബ് തോമസ്. ജേക്കബ് തോമസ് അത്ര വിശുദ്ധനൊന്നുമല്ല. അദ്ദേഹം അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ആരോപണ വിധേയനാണ്. അദ്ദേഹം ഒരു വിശുദ്ധനുമല്ല. ഇന്നിപ്പോൾ ഇവിടെ ബാസുരേന്ദ്രബാബു അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനുണ്ട്. ബാസുരേന്ദ്രബാബു പറഞ്ഞതുപോലെ അദ്ദേഹം കുറ്റവിമുക്തനായിട്ടൊന്നും അല്ല പോകുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സഹായത്താലാണ് ഈ കേസുകളിലെല്ലാം തന്നെ പല കോടതികളിൽ നിന്നും വിജിലൻസ് കോടതിയിൽ നിന്നും ഉൾപ്പെടെ അദ്ദേഹം കുറ്റവിമുക്തനാണ് എന്ന നിലയിൽ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ അവസാനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഹൈക്കോടതിയിൽ പോലും അദ്ദേഹത്തിനെതിരെ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് എൻ്റെ ബോധ്യം. എന്ന് വെച്ചാൽ പരസ്പരം പുറം ചൊറിഞ്ഞ് കളിക്കുന്നത് പോലെ ജേക്കബ് തോമസും ഇടതുപക്ഷവും പരസ്പരം പ്രവർത്തിക്കുകയായിരുന്നു, പരസ്പര പൂരകങ്ങളായി തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. അദ്ദേഹം SNC ലാവ്ലിൻ കേസിൽ പ്രതിയാക്കപ്പെട്ടയാളാണ്. ഇനി ഒരുപക്ഷെ വീണ്ടും അദ്ദേഹം പ്രതിയായേക്കാം. ഇപ്പോഴും ഹൈക്കോടതിയിൽ അതിൻ്റെ വാദമുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നേയുള്ളൂ. അപ്പോൾ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറാക്കി ഈ ഗവൺമെൻറ് പ്രതിഷ്ഠിച്ചു. അതിൻ്റെ വരും വരായികളൊന്നും അവർ മുൻകൂട്ടി കണ്ടില്ല. ജേക്കബ് തോമസിൻ്റെ മെറിറ്റും ഡിമെറിറ്റും അവർ പരിശോധിച്ചില്ല. എങ്ങനെ ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിപ്പെടുമെന്ന് മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് വന്നു? ഇവിടെ കോടതിയുടെ പരാമർശമുണ്ടായി. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ എതിർക്കുന്നു. ഇന്ന് സംസ്ഥാനത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ അവസ്ഥ? IAS ലോബി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും നിങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി IPS IAS ചക്കളത്തി പോരാട്ടത്തിന് തുടക്കം കുറിക്കാൻ കാരണമായത് ഈ ജേക്കബ് തോമസിൻ്റെ റിവഞ്ച് പൊളിറ്റിക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിന് ചില അജണ്ടകളുണ്ട്, ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ചില രാഷ്ട്രീയ. താങ്കൾ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ. അഴിമതി വിരുദ്ധരെല്ലാം ജേക്കബ് തോമസ് പക്ഷം, അല്ലെങ്കിൽ ജേക്കബ് തോമസിനെ എതിർക്കുന്നവരൊക്കെ അഴിമതിക്കാർ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി.
കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം വിജിലൻസിൻ്റെ അഡീഷണൽ ഡയറക്ടറായിരിക്കെ അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റിയത് ബാർ കേസ് രംഗപ്രവേശം ചെയ്ത സമയത്തായിരുന്നു. അതിനുശേഷം ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൻ്റെ മേധാവി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റി. അവിടെ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുന്നത് കാര്യങ്ങൾ നിയമപ്രകാരം നടക്കണം എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹം കാണിച്ചതുകൊണ്ടാണ് എന്ന് പരാതിയുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ് എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചതിൽ കഴിഞ്ഞ UDF സർക്കാരിനും പങ്കില്ലേ? അല്ല, ഞാൻ പറഞ്ഞു വരാം. അതിനെക്കുറിച്ചും എനിക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഇവിടെ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ അവസാനം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറിൽ 50% പോലും ചെലവഴിച്ചിട്ടില്ല. ആ ഒരു ഭരണ സംവിധാനം ടോട്ടൽ ഫെയിലിയർ ആണ് എന്ന തരത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥ മൂപ്പിളിമ തർക്കം വഴിവെച്ചില്ലേ? അവസാനം ഇപ്പോൾ ജിഷയുടെ കേസിലേക്ക് എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ജിഷയുടെ കേസിൽ അവിടെ ആ ഒരു പരാമർശം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു എന്ന് വന്നതിൻ്റെ പേരിൽ പിറ്റേ ദിവസം തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചില്ലേ? ആ കേസിനി എങ്ങനെ എത്തിച്ചേരുമെന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും നിശ്ചയമുണ്ടോ? എന്ന് വെച്ചാൽ ഇവിടെ ഒരു മൂടുപടമുണ്ടായിരുന്നു ജേക്കബ് തോമസിനെ വെച്ചുകൊണ്ട്. ഞാൻ പറയുന്നു, ജേക്കബ് തോമസും കേരളത്തിലെ ഇടതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് ഒത്തുകളിക്കുകയായിരുന്നു. ഇപ്പോൾ അവസാനം ബാസുരേന്ദ്രബാബു പറഞ്ഞ രീതിയിലേക്ക് തന്നെയാണ് നാളെ ഈ മുഖ്യമന്ത്രിയും മറ്റുള്ള ആളുകളും പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഉത്തരവാദിത്വമില്ല. ജേക്കബ് തോമസ് സ്വയം അവധിയിൽ പ്രവേശിച്ചു. എന്തുകൊണ്ടെന്നാൽ കോടതിയുടെ വിമർശനം വന്നു, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും വിമർശനം വന്നു. അങ്ങനെ മറ്റു പലരുടെയും ചിലവിൽ ജേക്കബ് തോമസ് അവധിയിൽ പ്രവേശിച്ചു എന്നാണ് നാളെ CPM-ന്റെ നേതാക്കന്മാർ ഇനി പറയാൻ പോകുന്നത്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അല്ലാതെ ജേക്കബ് തോമസിനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് താക്കീത് പിണറായി വിജയനെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തിൽ ഇനി ജേക്കബ് തോമസ് ഉണ്ടാകാൻ പാടില്ല എന്ന് CPM-ന്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്നാണ് നാളെ ഇനി അവർ പറയാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു നാടകം കൂടി ഇപ്പോൾ ജേക്കബ് തോമസും കൂടി ചേർന്ന് ഒത്തുകളിച്ച് അവധിയിൽ പ്രവേശിച്ചു എന്ന് പറയാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ പറയട്ടെ. ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കുന്നത് 6 മാസത്തിലധികം ഒരു പോസ്റ്റിൽ ഇദ്ദേഹം ഇരിപ്പുറപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം തുടർന്നു പോയിട്ടില്ല. ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്ക് 6 മാസത്തിലധികം ഒരു തസ്തികയിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് ഭരണകൂടത്തിനും ഉത്തരവാദിത്വമില്ല. അദ്ദേഹത്തെ മാറ്റുന്നത് UDF സർക്കാരിന്റെ കാലത്ത് മാറ്റിയത് 2 വട്ടം. ആ 2 വട്ടവും ഭരണകൂടത്തിന് യാതൊരു ഉത്തരവാദിത്വവും അക്കാര്യത്തിലില്ല. ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിന്നും രാജീവ് ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ UDF ഗവൺമെൻറ് മാറ്റിക്കിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായ വിശദീകരണം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മുഴുവൻ ആളുകളും UDF നേതൃത്വവും നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായി അതിന് വിശദീകരണം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇന്ന് അവധിയിൽ പ്രവേശിച്ചിട്ടുള്ളത്, അദ്ദേഹം മാറ്റപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? ജേക്കബ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. ശ്രീ KJ ജേക്കബ്, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഒരു അമിതാധികാര പ്രവണത അത് വിജിലൻസ് ഡയറക്ടർ ഇരുന്നുകൊണ്ട് ശ്രീ ജേക്കബ് തോമസ് കാണിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണോ ഇപ്പോഴുണ്ടായ നടപടികൾ? ഹൈക്കോടതിയിൽ നിന്നുള്ള വിമർശനങ്ങൾ എത്രത്തോളം പ്രേരകമായിട്ടുണ്ട് അദ്ദേഹത്തിന് അവധിയിൽ പോകാൻ, അല്ലെങ്കിൽ സർക്കാരിന് അദ്ദേഹത്തെ അവധിയിൽ പോകാൻ നിർബന്ധിക്കാനും അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തീരുമാനമെടുക്കാനും? രാജീവ്, എനിക്ക് തോന്നുന്നു അമിതാധികാര പ്രവണതയല്ല, അധികാരം ഉപയോഗിക്കാനുള്ള അറിവില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇത്രയധികം ഒരു സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ സപ്പോർട്ട് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. മുഖ്യമന്ത്രി, അതും പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി, നോ നോൺസെൻസ് മുഖ്യമന്ത്രി, ഇത്രയധികം ഒരു ഉദ്യോഗസ്ഥനെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു മേ ബി AK ആന്റണിയുടെ ഭാഗത്തു നിന്നും അന്ന് DGP ആയിരുന്ന ശ്രീ KJ ജോസഫിന് ഒരു പിന്തുണ കിട്ടിയതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഇത്രയധികം അങ്ങേയറ്റം വരെ ശ്രീ പിണറായി വിജയൻ ശ്രീ ജേക്കബ് തോമസിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ പിണറായി ഈ LDF സർക്കാർ അദ്ദേഹത്തെ നിയമിക്കുന്നത് ഒരു കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ്. കാരണം ഒരു പറ്റം അഴിമതി കേസുകൾ ഇതിനു മുമ്പത്തെ സർക്കാരിന്റെ പേരിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരുതരം ഈ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് ലെവലിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം ഈ ഡീൻ കുര്യാക്കോസ് പറയുന്ന പോലെ ഇന്നലെയും കോടതി വിധിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോളാർ പാനലിന്റെ കേസിൽ അദ്ദേഹത്തിന് യാതൊരു റോളും ഇല്ല, ഇന്നലെ തന്നെ സെഷനിൽ കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പേരിൽ കേസൊന്നുമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസില്ല എന്നുള്ളത് ഒരു നെസസറി കണ്ടീഷനാണ്, ഒരു സഫീഷ്യന്റ് കണ്ടീഷൻ അല്ല. ഒരു വിജിലൻസ് ഡയറക്ടറെ ഒരു സ്ഥാനത്ത് നിർത്തുന്നത് ഈ നാട്ടിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും ഒരു കൃത്യമായ സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പേരിൽ അഴിമതി ആരോപണങ്ങൾ അന്വേഷിച്ച് പ്രോസിക്യൂഷനിലേക്ക് എത്തിച്ച് ചിലരെ എങ്ങനെ ശിക്ഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗമാണ് ഈ വിജിലൻസ് ഡയറക്ടറുടെ ഉദ്യോഗം.
അതിലേക്ക് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അധികാരം ഉപയോഗിച്ച്, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വലിയ അധികാരം ഉപയോഗിച്ച് കൃത്യമായിട്ട് കുറച്ച് കേസുകളെങ്കിലും ചേസ് ചെയ്ത് പ്രോസിക്യൂഷനിൽ എത്തിക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല. കഴിഞ്ഞ ഈ ശ്രീ കെ ജേക്കബ് അവിടെ ഒരൊറ്റ കാര്യം ചോദിച്ചോളട്ടെ. ബാർ കേസ്, ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ഡയറക്ടറായി നിയോഗിച്ച കേസ്, ബജറ്റിൽ നികുതി നിർദ്ദേശങ്ങൾ ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ട് ആനുകൂല്യം കൈപ്പറ്റി അല്ലെങ്കിൽ ഖജനാവിന് നഷ്ടം വരുത്തി എന്ന കേസ്, ഇങ്ങനെ നിരവധിയായ കേസുകൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും ഹൈക്കോടതി നിരന്തരം വിജിലൻസ് ഡയറക്ടറെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അത്തരമൊരു സാഹചര്യത്തിൽ വിജിലൻസ് ഡയറക്ടർക്കോ വിജിലൻസിനോ എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു ചോദ്യമില്ലേ? ഇതിന്റെ അകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കോടതികൾക്ക് ഇതിന്റെ അകത്ത് നമ്മൾ ഈ എക്സിക്യൂട്ടീവിന്റെ അധികാരങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്താണ് രാജീവ്. ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ജുഡീഷ്യറിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഫാക്റ്റാണ്. ജുഡീഷ്യറിക്ക് അവിടെ നിന്ന് എന്തുകൊണ്ടാണ് മാറ്റണമെന്ന് ഉത്തരവിടാൻ ഹൈക്കോടതി തയ്യാറാവാത്തത്? ഹൈക്കോടതിക്ക് അതിനുള്ള അധികാരമില്ല. ഹൈക്കോടതിക്ക് അത് പറ്റില്ല. അത്തരം രണ്ട് ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതി വിശ്വാസത്തെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യപ്പെടും. ശ്രീ വാസുദേന്ദ്രബാബു അതിനെക്കുറിച്ച് ഇപ്പൊ തന്നെ വിരൽ ചൂണ്ടിരിക്കുന്നു. കാരണം ഇതൊക്കെ വളരെ ടെനുവസ് ആയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളാണ് ജുഡീഷ്യറി എന്നൊക്കെ പറയുന്നത്. അവർക്കൊക്കെ പോകാൻ ഒരു ലിമിറ്റ് ഉണ്ട്. ശരിക്കും ലിമിറ്റ് ഇല്ലാത്ത അധികാരം കൈകാര്യം ഇവിടുത്തെ എക്സിക്യൂട്ടീവ് തന്നെയാണ്. നമ്മളെ കാര്യം തെറ്റിദ്ധാരണ വേണ്ട. അവര് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ന കാര്യത്തിൽ അന്വേഷണം വേണ്ട എന്ന് പറയാൻ പറ്റിയിട്ടില്ല. അതായത് വൈരനിരാധന ബുദ്ധിയോടുകൂടി ജേക്കബ് തോമസ് പോയ കേസുകളിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള കേസുകൾ, കുറെ കേസുകൾ പോട്ടുന്നേ, അങ്ങനെ അതല്ലാത്ത സർക്കാരിന് എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത കേസുകൾ പോട്ടെ, ബാക്കിയുള്ള കേസുകളിൽ കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം നടക്കട്ടെ എന്ന് മാത്രമല്ല, വേറെ രണ്ട് കാര്യങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള അധികാരപ്രയോഗം. ഒരു കാര്യം, കിഫ്ബി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി, അവിടെ ഒരു പദ്ധതി പോലും അവാർഡ് ചെയ്തില്ല. അതിനു മുമ്പ് അവിടെ പോയി റെക്കോർഡുകൾ ചോദിക്കുക. എന്ത് മെസ്സേജാണ് ഈ കിഫ്ബിയിൽ പണം നിക്ഷേപിക്കാൻ വേണ്ടി ആൾക്കാർക്ക് കൊടുക്കുന്നത്? അവിടെ വിജിലൻസ് എന്താണ് ആന്റിസിപ്പേഷൻ ആയിട്ട് ക്രിയേറ്റീവ് വിജിലൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പേപ്പർ കൊടുക്കുക. അതൊന്ന്. രണ്ടാമത്തെ ഈ മുമ്പ് പറഞ്ഞ പോലെ ജിഷ കേസിൽ ഇതൊന്നും വിജിലൻസിന്റെ ജോലിയല്ല. നമുക്ക് മനസ്സിലാകുന്നേയില്ല. അത് ഒരു അഴിമതിയും അന്വേഷിക്കാനില്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ ഇത്തരം കേസുകളൊക്കെ അന്വേഷിക്കാൻ നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെ ഞാനൊരു കാര്യം പറയാം. അതായത് ഈ കേസുകൾ അന്വേഷിച്ച് ശിക്ഷിപ്പിക്കുക എന്നുള്ളതല്ല, ഈ കേസുകൾ പ്രോസിക്യൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശിക്ഷിപ്പിക്കുക എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആൾക്കാർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ശിക്ഷിപ്പിക്കുന്ന പറയുന്ന കാര്യമില്ല. പക്ഷെ ഈ കേസുകൾക്ക് ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രീ ജേക്കബ് തോമസിന് പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പിണറായി വിജയനെ പോലെ ഒരു ടാസ്ക് മാസ്റ്ററായിട്ട് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇതിൽ കൂടുതൽ പിന്തുണ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴെങ്കിലും സർക്കാർ ഇങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് ഗുണകരമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. റൈറ്റ് ജേക്കബ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, മറ്റ് അതിഥികളിലേക്കും തിരിച്ചു വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയിരുന്നു. ശ്രീ കെ എസ് മസൂദൻ, നമ്മൾ ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ കാര്യമെടുത്താൽ ബന്ധു നിയമന കേസ് ഹൈക്കോടതിയിൽ വരുന്നു. വിജിലൻസ് ഡയറക്ടറെ അല്ലെങ്കിൽ വിജിലൻസിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുന്നു. ശങ്കർ റെഡ്ഡിക്ക് വിജിലൻസ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകിയത് ചോദ്യം ചെയ്തു, അത് സംബന്ധിച്ചുള്ള അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയിൽ വരുന്നു. വിജിലൻസ് ഡയറക്ടർക്ക് രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വരുന്നു. ബജറ്റിൽ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ ഇത് ഇളവ് ചെയ്ത് കൊടുക്കരുത്, നികുതി കുടിശ്ശിക പിരിച്ചെടുക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യം ബജറ്റിലൂടെ മുൻകാല പ്രാബല്യത്തോടുകൂടി ഇളവ് നൽകി സർക്കാരിന് 1.67 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്ന ആക്ഷേപം പരിശോധിച്ചുകൊണ്ട് ആ അന്വേഷണത്തെ ചൊല്ലിയുള്ള പരാതി ഹൈക്കോടതിയിലെത്തുന്നു. ഹൈക്കോടതി ചോദിക്കുന്നു, ധനകാര്യ ബില്ല് പാസ്സാക്കിയതാണിത്, നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിൽ കൈകടത്താൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഇങ്ങനെയാണെങ്കിൽ വിജിലൻസ് ഡയറക്ടറെ വിളിച്ചു വരുത്തേണ്ടി വരും. വിജിലൻസ് ഡയറക്ടറെ എങ്ങനെയാണ് സർക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇമാതിരി ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് ഉയരുകയാണ് നിരന്തരമായി. വിജിലൻസിനും വിജിലൻസ് ഡയറക്ടർക്കും മനോവീര്യം നഷ്ടപ്പെടുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ആ മനോവീര്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വിജിലൻസിനെ പോലെ അഴിമതിക്കെതിരെ പ്രവർത്തിക്കേണ്ട ഒരു സേനയെ എത്തിക്കുന്നതിൽ ജുഡീഷ്യറിക്ക് എന്തെങ്കിലും അപാകം സംഭവിച്ചിട്ടുണ്ടോ? അത്തരം തുമ്മിയാൽ തെറിക്കുന്ന മൂക്കുമായിട്ടൊന്നും അല്ല വിജിലൻസ് ഡയറക്ടറെ പോലുള്ള ആളുകൾ ആ കസേരയിൽ ഇരിക്കേണ്ടത്. നേരത്തെ ബാസുരേന്ദ്രൻ പറഞ്ഞ ആ ഒരു നിലപാടിലേക്ക് ഞാൻ എത്തുന്നില്ല. കാരണം അവിടെ കാണേണ്ടത് ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. കാരണം ജുഡീഷ്യറി സംസാരിക്കേണ്ടത് കസേരയിലിരുന്ന് തോന്നുന്നത് പറയുന്ന രൂപത്തിലല്ല, അവരവരുടെ വിധിന്യായത്തിലൂടെയാണ് സംസാരിക്കേണ്ടത്. ഈ ലോർഡ് ഡെന്നിങ് എല്ലാം പറയുന്ന ഒന്നാണ്, അവരവരുടെ വിധിന്യായത്തിലൂടെ സംസാരിക്കട്ടെ, ഒരു ഉത്തരവിലൂടെ സംസാരിക്കട്ടെ.
അതിന് പകരം ഇയാളെ മാറ്റാത്ത എന്താണ്, അയാൾ എന്ത് ചെയ്യുന്നത്, എന്താണ് ഇതൊന്നുമല്ല. ഇത് പലപ്പോഴും വാർത്താ മാധ്യമങ്ങൾ ഈ രീതിയിൽ പൊലിപ്പിച്ചെടുക്കുന്നതും ശരിയല്ലെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നത് ഈ കൂടുതലായ ഈ ആർഗ്യുമെൻറ്റ് നടക്കുമ്പോൾ അതിനൊന്ന് പൊലിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം, കോടതിയുടെ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ മാധ്യമങ്ങൾ ഉടനെ തന്നെ കോടതി ആ നിലപാടിലെത്തി, അല്ലെങ്കിൽ കോടതി ഇങ്ങനെ പറഞ്ഞു എന്ന രൂപത്തിലേക്കാണ്. ഇപ്പോൾ ഇയാളെ മാറ്റാത്ത ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കോവാറണ്ടോ ഒന്നും കോടതിയുടെ മുമ്പാകെ ഉണ്ടായിട്ടില്ലല്ലോ. ഒരു കോവാറണ്ടോ കൊണ്ടുവരണമെങ്കിൽ ഏത് അധികാരത്തിലാണ് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത്? നിങ്ങൾ ഇരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല ആ കസേരയിൽ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു പരാതിയായിട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കോവാറണ്ടോ ഹർജി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാട് കോടതിക്ക് എടുക്കാൻ പറ്റും. അതിന് പകരം ഏതെങ്കിലും പ്രത്യേക കേസുകൾ അന്വേഷിക്കുന്നതിൽ വീഴ്ചകൾ വരുത്തി കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇയാൾ ആ കസേരയിൽ ഇരിക്കാൻ എത്രമാത്രം യോഗ്യനാണ്, നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല എന്നെല്ലാം വാക്കാൽ പറയുന്നത് അത്ര ഭൂഷണമായിട്ട് ഒരിക്കലും കണക്കാക്കാൻ കഴിയുന്നില്ല. പക്ഷേ പലപ്പോഴും കോടതികൾ ആ ഒരു അർത്ഥത്തിൽ പോലും ആയിരിക്കണമെന്നില്ല പറയുന്നത്. കാരണം കോടതി അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയുടെ ഒരു ഉത്തരവിലൂടെയാണെന്ന് പറയാൻ കാരണം അതാണ്. ആ ഉത്തരവ് കണ്ടാൽ നമുക്ക് പറയാം കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു അഭിപ്രായ പ്രകടനങ്ങളെല്ലാം പറയുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വാദങ്ങൾ, അപ്പുറവും ഇപ്പുറവുമുള്ള വാദങ്ങൾ പ്രബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നായി മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടുള്ളൂ. പക്ഷേ ഇവിടെ ജേക്കബ് ഇങ്ങേർക്ക് പറ്റിയ പ്രശ്നം പലപ്പോഴും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നിയമത്തിന്, ഇപ്പോൾ ജേക്കബ് ചൂണ്ടിക്കാണിച്ചല്ലോ, നിയമത്തിനുള്ളിൽ നിന്നാണ്. നിയമത്തിനുള്ളിൽ ഒട്ടേറെ അധികാരമുണ്ട്. നോക്കുക, മറ്റു പലരേക്കാൾ ഉപരിയായിട്ട് നേരത്തെ ബാസുരേന്ദ്ര ബാബു പറഞ്ഞ പോലെ ഒരു മന്ത്രിസഭയുടെ തലവൻ്റെ പൂർണ്ണമായ പിന്തുണയുള്ള ഒരു വിജിലൻസ് ഡയറക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പരമ അധികാരം കൊടുക്കുന്ന രൂപത്തിലേക്ക്, കാര്യമായ ഇടപെടലൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് ഡീനിന് വേണേൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം നിങ്ങൾ പണ്ട് അങ്ങേര് പറഞ്ഞ പോലെ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? അഴിമതിയുടെ പക്ഷത്താണോ, അതിന് വിരുദ്ധമായ പക്ഷത്താണോ, ഇയാളുടെ പക്ഷത്താണോ അയാളുടെ പക്ഷത്താണോ എന്ന രൂപത്തിലുള്ള ഒരു ഡിക്കോട്ടമി നമ്മൾ കണക്കാക്കുന്നില്ല. അതേസമയത്ത് കഴിഞ്ഞ ഒരു 5 വർഷത്തിൻ്റെ ഭരണത്തിലുണ്ടായിരിക്കുന്ന നാറിയ കുറേയധികം വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ നിന്ന് കുറേ കൂടി പ്രബലനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ കടന്നു വരുന്നു. ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിലുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ കണ്ടസ്റ്റൻ്റൊന്നും അങ്ങേരുടെ കാര്യത്തിൽ വന്നിട്ടില്ല. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്രൈം അങ്ങേരുടെ പേരിൽ ഇപ്പോൾ തെളിയിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നതോടുകൂടി എന്തെങ്കിലും വിധത്തിലുള്ള കറ അങ്ങേരുടെ ജീവിതത്തിലുണ്ടായെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ആ രീതിയേക്കാൾ ഒന്ന് മാറി നിന്ന് അഗ്നിപരീക്ഷ എല്ലാം നടത്തി കഴിഞ്ഞ് വരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് താൻ ലീവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ 1 മാസം ലീവിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അടിയന്തരമായി ഉണ്ടായ സാഹചര്യം എന്താണ്? ഒരുപക്ഷെ ബാസുരേന്ദ്ര ബാബുവിനേക്കാളും ഈ അധികാരത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് അതൊക്കെ കണ്ടെത്താൻ പറ്റിയേക്കും, നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഇ പി ജയരാജൻ്റെ കേസിൽ നിന്ന് ഇദ്ദേഹത്തിന് ആ വകുപ്പ് മാറ്റാൻ, ഇപ്പോൾ മനോരമയിലൊക്കെ പറയുന്നത് പോലെ ഈ പറഞ്ഞ വകുപ്പ് മാറ്റി 13(1) ഡിക്ക് പകരം 15 ആകണം എന്ന രൂപത്തിൽ ചില നിർദ്ദേശങ്ങൾ വരുന്നു. അദ്ദേഹം ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പിന്തുണയിൽ നിന്ന് ഒരു വ്യതിചലനം ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലത് സ്വയം ഒന്ന് ലീവ് എടുത്ത് പോകുന്നതായിരിക്കാം. അതുകൊണ്ട് 2 പേർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ രീതിയിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നോ, കൊടുക്കൽ വാങ്ങലായിരുന്നോ ഇതിന്റെ പുറകിൽ ഉണ്ടായതെന്ന് അത്തരമൊരു കൊടുക്കൽ വാങ്ങലിനുള്ള സാധ്യത അഡ്വക്കേറ്റ് കെ. സുമേഷ്, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ ബാസുരേന്ദ്ര ബാബു, അത്തരമൊരു കൊടുക്കൽ വാങ്ങലിനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണണ്ടേ? പ്രത്യേകിച്ച് ഇ പി ജയരാജനെതിരായ ആരോപണം വന്നപ്പോൾ ത്വരിത പരിശോധനയ്ക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുന്നു, അന്വേഷണം നടക്കുന്നു, അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നൊരു നേതാവല്ല CPM-ന് ഇ പി ജയരാജൻ. അദ്ദേഹത്തിന് മേൽ കർശനമായ വകുപ്പുകൾ ചുമത്തുന്നൊരു സാഹചര്യമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യതയുണ്ട് CPM-ന്. CPM എടുക്കുന്ന തീരുമാനം അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്. അത്തരമൊരു കൊടുക്കൽ വാങ്ങലിനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. അല്ല, അതിനകത്ത് നിന്ന് ഞാൻ പറയുന്ന അകത്തളങ്ങളിലെ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ മധുസൂദനന് നമുക്ക് സാഹചര്യത്തിൽ വരുന്ന പൊതുമണ്ഡലത്തിലേക്ക് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളിലേക്കോ ഒക്കെ നമുക്ക് എത്താൻ പറ്റുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട്. പഴയതുമാതിരി അധികാരത്തെ പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം അതുതന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചത്. പണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും പണത്തിന് വേണ്ടി ആൾമാറാട്ടം നടത്തുകയും ചെയ്യുന്ന അവസ്ഥ ഇപ്പോഴെന്തായാലും ഇല്ലല്ലോ. അതിൻ്റെ ഭാഗമാണല്ലോ ജേക്കബ് തോമസ് ഈ അധികാരത്തിലേക്ക് വന്നത്. നാം കാണേണ്ട 2 കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള ആഴ്ച ക്യാബിനറ്റ് എടുത്തൊരു ഡിസിഷൻ ഒരു വിജിലൻസ് കമ്മീഷൻ കേരളത്തിൽ ഉണ്ടാക്കുക എന്നതാണ്. വിജിലൻസ് കമ്മീഷൻ കേരളത്തിൽ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ നേതൃത്വത്തിൽ ജേക്കബ് തോമസിനെ അവരോധിക്കുക എന്ന് കൂടി തീരുമാനമെടുത്തിരുന്നു. പത്രങ്ങൾ നമ്മൾ വായിച്ചതാണ്. അദ്ദേഹത്തെ അവരോധിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ ഉയർത്താൻ സർക്കാർ തീരുമാനിക്കുന്നു. 1.
മറ്റൊന്ന് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഈ വിജിലൻസ് കമ്മീഷൻ കേന്ദ്രത്തിലെ സ്വഭാവത്തിൽ. അതങ്ങ് വന്നാലും നന്നാവും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എങ്കിലും വിജിലൻസ് കമ്മീഷൻ വരുന്നതോടെ വിജിലൻസും അതിൻ്റെ അന്വേഷണങ്ങളും ആപേക്ഷികമായി മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് നമുക്കറിയാം. അത്രത്തോളം ശക്തമാകും ആ പ്രസ്ഥാനം, ആ സ്ഥാപനം. അതിനുള്ള തീരുമാനമെടുത്തിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, അടുപ്പിച്ച് ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും കോടതി മധുസൂദനൻ, താങ്കൾ അതിൻ്റെ ഭാഗമാണല്ലോ, അടുപ്പിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അടുത്ത കാലത്ത്? എനിക്ക് എല്ലാ രാഷ്ട്രീയ ചരിത്രമൊന്നും അറിയില്ല. ഓഫീസർക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ശ്രീ ഭാസ്കരേന്ദ്രബാബു, അത്തരം വിമർശനം നിരന്തരമായി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ശരിയുമാണ്. അഴിമതി അന്വേഷിക്കാൻ ഈ ഏജൻസി മാത്രമേ ഉള്ളൂ രാജ്യത്ത് എന്ന ചോദ്യം കോടതി ചോദിക്കുന്നു. ശ്രീ ഭാസ്കരേന്ദ്രബാബു, ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ശ്രീ ഭാസ്കരേന്ദ്രബാബു, അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ശക്തമായ പിന്തുണ വിജിലൻസ് ഡയറക്ടർക്കുണ്ട്. വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ച് കൂടുതൽ അധികാരം നൽകാൻ പാകത്തിലേക്ക് മന്ത്രിസഭ തീരുമാനമെടുത്തിരുന്നു എന്നും താങ്കൾ സൂചിപ്പിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരുന്നൊരു സാഹചര്യം എന്താണെന്നൊരു ചോദ്യമില്ലേ? അതിലേക്കാണ് ഞാൻ വരുന്നത് രാജീവ് ശങ്കർ. ഞാൻ പറയുന്നത് IAS ഉദ്യോഗസ്ഥന്മാർ, IPS ഉദ്യോഗസ്ഥന്മാരുടെ അകത്തളങ്ങൾ, ഒരുപക്ഷെ CPM-ന്റെ പോലും അകത്തളങ്ങൾ, മറ്റ് ഇതര മന്ത്രിമാരുടെ ഒരു പരാതികൾ, ഇതിനൊക്കെ അപ്പുറത്ത് ഇദ്ദേഹത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിരുന്നത് സത്യത്തിൽ ഈ IAS-കാരുടെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെയോ ഒക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാനൊരു മുഖ്യമന്ത്രിക്ക് കഴിയും. ഇത് ഒരു ജുഡീഷ്യൽ ഓഫീസർ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, വലിയ ഗൗരവതരമായ തെളിവുകളൊന്നുമില്ലാതെ ചോദിക്കുകയാണ്, ഇയാളെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, മാറ്റാറായില്ലേ എന്ന്. ആരാണ് ഈ ജുഡീഷ്യൽ ഓഫീസർ ഇതൊക്കെ പറയാൻ? ഹി ഹിംസെൽഫ് ഈസ് ആൻ അപ്പോയിന്റഡ് ഓഫീസർ. അത് മറ്റു ചില ആൾക്കാരാണ്. അവർ വിചാരിച്ചില്ലെങ്കിൽ ആകില്ല. ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ അതിൻ്റെ സാങ്ക്ടിറ്റി. അങ്ങനെ പറയാൻ പറ്റുന്ന അവസ്ഥ തന്നെ ഇല്ല. പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ മധുസൂദനൻ ചോദിച്ചത് മാതിരി, മധുസൂദൻ്റെ തടസ്സമൊന്നും എനിക്കില്ലല്ലോ, ചോദിച്ചത് മാതിരി അത് വെറും വാക്പ്രയോഗങ്ങളായിക്കോട്ടെ, അത് പറയാനുള്ള അവകാശം ആ ജുഡീഷ്യൽ ഓഫീസർക്ക് ഇല്ല. കാരണം അദ്ദേഹമല്ല ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. IPS ഓഫീസറെ തിരഞ്ഞെടുക്കുന്ന വേറെ മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിൽ തകരാറുകളുണ്ടെങ്കിൽ അത് പറയാം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ ഒരു പോലീസ് ഓഫീസറെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നതിന് തുല്യമാണത്. പ്രത്യേകിച്ചും ആവർത്തിച്ചുള്ള സാഹചര്യങ്ങളിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, മധുസൂദനൻ കഴിഞ്ഞ തവണ ഒരു മന്ത്രി രാജിവെച്ച്, ഇവിടെയല്ല കഴിഞ്ഞ സർക്കാരിൽ രാജിവെക്കുന്ന സമയത്ത് അള്ളിപ്പിടിച്ചിട്ട് രാജിവെക്കുകയായിരുന്നല്ലോ പാലാക്കാരൻ. രാജിവെക്കുന്ന സമയത്ത് ആ രാജി പോലും മനസാക്ഷിക്ക് വിട്ടുകൊടുത്ത കോടതിയാണിത്. എന്നിട്ടാണ് പറയുന്നത് ഇദ്ദേഹത്തിന് രാജിവെച്ച് ഇക്കാര്യത്തിൽ ഡീൻ പറയുന്നത് പോലെ CPM-ന്റെ വിശദീകരണം ഒരുപക്ഷെ കോടതി നിരന്തരമായി വിമർശിക്കുന്നു, അതുകൊണ്ട് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ നീക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് തന്നെ ആയിരിക്കും. കോൺഗ്രസിന് ജേക്കബ് തോമസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന അഭിപ്രായമാണോ ഉള്ളത്? അല്ല, ഞങ്ങൾക്ക് ജേക്കബ് തോമസിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ വളരെ സുതാര്യമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരാം. അതായത് ഇവിടെ അദ്ദേഹം നിയമിതനായതിനു ശേഷം ഇനിയിപ്പോൾ അതാണല്ലോ, ഇപ്പം UDF ഏതാണ്ട് വലിയ അഴിമതി ചെയ്തു, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു, അതിനെ എല്ലാം പേടിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. അല്ലെ, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഈ കേസുകളിലൊക്കെ UDF-നെതിരെയുള്ള കേസുകളിലൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു? ഞങ്ങളൊന്നും ഭയപ്പെടുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയപരമായും നിയമപരമായും അതിനെയെല്ലാം നേരിടുന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ അവധിയിൽ പ്രവേശിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ UDF-നെതിരെയുള്ള ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നു. ഇനി അന്വേഷണം നടക്കട്ടെ, ഇനിയും അന്വേഷണം നടക്കും, നിയമപരമായി ഞങ്ങൾ നേരിടും, രാഷ്ട്രീയപരമായും അതിനെ പ്രതിരോധിക്കും. ഇവിടെ LDF-നെതിരെ വന്നിട്ടുള്ള കേസുകൾ, ഇവിടെ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഈ വലിയ ആദർശ പുരുഷൻ LDF-നെ ഏതെല്ലാം വിധത്തിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. LDF-നെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ നിലനിൽക്കുന്ന കേസുകൾ, അച്യുതാനന്ദൻ്റെ മകൻ 10ലധികം വിജിലൻസ് കേസുകളെ നേരിടുന്നുണ്ട്. ആ വിജിലൻസ് കേസുകളിൽ ഏറ്റവും ഏറ്റവും സീരിയസ് ആയ ഒരു കേസിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഈ വിജിലൻസ്.
എന്ന് വെച്ചാൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ഒരന്വേഷണവും നടത്താതെ അച്യുതാനന്ദൻ്റെ മകൻ VA അരുൺകുമാറിന് ക്ലീൻ ചിറ്റ് കൊടുത്തു ഇതിനിടയിൽ. അതുപോലെ ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ പരാമർശന വിധേയമാക്കിയ ജയരാജൻ്റെ കേസ്, EP ജയരാജൻ്റെ കേസൊക്കെ അത് ഈ പറയുന്ന എന്താ പറയുക, ഒരു കാരണവശാലും ജയരാജൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. 13(1)D അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കപ്പെടേണ്ടി വരികയാണ്. ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അത് മാറ്റി 15 ആക്കണം എന്നുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ജയരാജനെതിരെ അദ്ദേഹം കേസെടുക്കുന്നതും അവസാന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ യാതൊരു മാർഗവുമില്ലാതെ. അങ്ങനെ ഒരു പക്ഷപാതിത്വം, ഒരൊറ്റ കാര്യം, അങ്ങനെ ഒരു പക്ഷപാതിത്വം നമുക്ക് ആരോപിക്കാൻ സാധിക്കുമോ വിജിലൻസ് ഡയറക്ടറായിരുന്ന അല്ലെങ്കിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അവധിയിൽ പ്രവേശിച്ച ജേക്കബ് തോമസിൻ്റെ കാര്യത്തിൽ? കാരണം UDF സർക്കാരിൻ്റെ കാലത്ത് ബന്ധു നിയമനങ്ങളിൽ അഴിമതി നടന്നു എന്ന ആരോപണം ഉയരുകയും അത് വിജിലൻസിൻ്റെ അന്വേഷണത്തിന് വിടുകയും ചെയ്തിരുന്നു. ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തതും ഇതേ വിജിലൻസ് ഡയറക്ടർ ഇരുന്ന വിജിലൻസ് ആണ്. അതുകൊണ്ട് അങ്ങനെ വലിയ പക്ഷപാതിത്വം അദ്ദേഹം കാണിക്കുന്നു, LDF-ന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് അവിടെ ഇപ്പോൾ TP ദാസനെതിരെയുള്ള കേസ് അത് സോളിഡ് പ്രൂഫ് എന്ന് വെച്ചാൽ കൃത്യമാണ്. അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട്. 5 ബോബി ജോർജിൻ്റെയും അവരുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെയും പരാതി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ദാസൻ ശിക്ഷിക്കപ്പെടും. ആ കേസിൽ ക്വിക്ക് വെരിഫിക്കേഷന് വിട്ടാൽ ലളിതകുമാരി കേസ് അനുസരിച്ച് 40 ദിവസം കഴിയുമ്പോൾ അവിടെ FIR ഫയൽ ചെയ്യണം. ഈ വിജിലൻസ് ഡയറക്ടർ എപ്പോഴാണ് FIR ഇട്ടത്? 150 ദിവസം കഴിഞ്ഞ്. എന്ന് വെച്ചാൽ അത്രമാത്രം സോളിഡ് പ്രൂഫുള്ള ആ കേസിൽ പോലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പോലും, ഈ ദാസനെ പോലും സംരക്ഷിക്കാൻ ഈ ജേക്കബ് തോമസ് തയ്യാറാകുമായിരുന്നു. ഇതൊക്കെ സത്യങ്ങളാണ്, വസ്തുതയാണ്. ഇനി കടന്നു പോകാനാവില്ല. നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ നമ്മൾ അങ്ങനെ EP ജയരാജന്റെ പേരിലുള്ള കേസ്, അതിന്റെ ത്വരിത പരിശോധന, അതിൽ FIR രജിസ്റ്റർ ചെയ്ത് ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കെ നമ്മൾ വേറൊരു കേസിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് വിജിലൻസ് ഡയറക്ടറെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും? അല്ല, ഞാൻ പറയട്ടെ. അതായത് ബന്ധു നിയമന വിവാദം എന്ന് പറയുന്നത് നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. UDF-ന്റെ കാലത്ത് ബന്ധു നിയമനം എന്തെങ്കിലും കഴമ്പുള്ള ഒരു പരാതിയാണോ? ഏതെങ്കിലും കാലത്ത് നിലനിൽക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? EP ജയരാജൻ ബന്ധു നിയമനം നടത്തിയതുപോലെ UDF-ന്റെ ഏതെങ്കിലും ഒരു ബന്ധു നിയമനത്തെ നിയമത്തിന് നിരക്കാത്ത വിധത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ EP ജയരാജൻ നാണം കെട്ട് രാജിവെച്ച് പോയപ്പോൾ ഏതോ LDF-ന്റെ നേതാക്കന്മാർ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് UDF-ന്റെ കാലത്ത് ബന്ധു നിയമനം. അതൊന്നും ജേക്കബ് തോമസ് അല്ല. ഇനി ആര് വിചാരിച്ചാൽ പോലും അതിൻ്റെ ഒന്നും പേരിൽ UDF-നെതിരെ എന്താ പറയുക, ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. മറിച്ച് ജയരാജനെ സംരക്ഷിക്കാനുമാവില്ല. ഇവിടെ CPM-ന്റെ പ്രശ്നം എന്തെന്നറിയോ? ജയരാജൻ അവർക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ജേക്കബ് തോമസിനെ ഉപയോഗിക്കണം. പക്ഷെ ഒരു പരിധിയുണ്ട്. നിയമത്തിന്റെ എന്താ പറയുക, നിയമത്തെ നിയമത്തെ ബൈപ്പാസ് ചെയ്യുന്നതിനും ഭരണത്തിന്റെ സംവിധാനം ഉപയോഗിക്കുന്നതിനും തോമസ് ഇപ്പോൾ വിട പറഞ്ഞു പോകുന്നത്. താങ്കൾ പറയുന്നത് പോലെ EP ജയരാജനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ TP ദാസനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങൾ, അല്ലെങ്കിൽ ജേക്കബ് തോമസിന്റെ അവധിയും അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റവും ഒക്കെ എന്നാണെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരണം എന്ന ആവശ്യത്തെ? അല്ല, ഞാൻ ജേക്കബ് തോമസിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹത്തെക്കുറിച്ച് എതിരഭിപ്രായം തന്നെയാണ്. എന്താ സംശയം? ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞാലേ അത് പൂർത്തിയാകുകയുള്ളൂ. ജേക്കബ് തോമസിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഈ ഗവൺമെൻറ് എന്തെങ്കിലും നാണോ മാനോ ഉണ്ടോ ഇവർക്ക്? കാരണം ഒരു കട്ട മുതൽ തിരിച്ചു കൊടുക്കുന്ന ഒരു കള്ളനെ നിരപരാധിയായി പ്രഖ്യാപിക്കുന്ന ഒരു നിയമ സംവിധാനം ഇവിടെയുണ്ടോ? അദ്ദേഹം കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി എന്താ പറയുക, ശമ്പളം പറ്റിയിട്ട് അതിനെ സാധൂകരിച്ച ഗവൺമെൻറ് അല്ലേ ഇവിടെയുള്ളത്? ഇവിടെ എന്താ പറയുക, തുറമുഖ വകുപ്പിന്റെ ഡയറക്ടർ ആയിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് എല്ലാത്തിനും ന്യായീകരണം കോടതിയിൽ പോയി വാദിക്കുന്നത് ഈ ഗവൺമെന്റ് അല്ലേ? കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ UDF-ന്റെ നിലപാട് കൃത്യമാണ്. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരേണ്ട ആവശ്യം കോൺഗ്രസിനോ UDF-നോ ഇല്ല. അങ്ങനെ ഒരു ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെക്കില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ ജേക്കബ് തോമസിനെ സംബന്ധിച്ച് അന്നും ഇന്നും ഞങ്ങൾ പറയുന്നത് ഇവിടെ താങ്കൾ ഈ പറഞ്ഞ അദ്ദേഹം രാഷ്ട്രീയപരമായും ഇടതുപക്ഷത്തിന് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാകാം. അദ്ദേഹത്തിന് ലഭിച്ച അധികാരം ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില കേസുകളിലെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ പാകത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ കോടതിക്ക് മുൻപാകെ പല കേസുകൾ വരുമ്പോൾ അതിൽ
വിജിലൻസിൻ്റെ നിയമം കൊണ്ടുവരൂ, എന്താണ് വിജിലൻസിൻ്റെ നിയമത്തിൽ പറയുന്നത്, അഴിമതി അന്വേഷിക്കാൻ ഇവർ മാത്രമേ ഇവിടെയുള്ളൂ എന്ന വിധത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന്മേലുണ്ടാകുന്ന സമ്മർദ്ദം, വിജിലൻസ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ജേക്കബ് തോമസിലുണ്ടാകുന്ന സമ്മർദ്ദം, ഇതൊക്കെ കാരണമായിട്ടുണ്ടാവില്ലേ അദ്ദേഹത്തിൻ്റെ അവധിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തീരുമാനത്തിനും? എനിക്ക് തോന്നുന്നു ഈ വിഷയം എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് മധുസൂദനും ശ്രീ ഭാസുരേന്ദ്ര ബാബു രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, ഞാനും അത് നേരെ സൂചിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് അവകാശം കോടതികൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചില റെഫറൻസ് നടത്താം എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. നമ്മൾ കോടതികൾക്ക് അനാവശ്യമായിട്ടുള്ള അധികാരങ്ങൾ കൽപ്പിച്ചു കൊടുക്കരുത്. ശ്രീ കെ ജേക്കബ്, അവിടെ തന്നെയാണ് എൻ്റെ ചോദ്യവും. അതായത് കോടതിക്ക് ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ പറയാനേ സാധിക്കുകയുള്ളൂ. ആ അഭിപ്രായങ്ങൾക്ക് മുന്നിൽ പതറാതെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അഴിമതിക്കെതിരായ നീക്കത്തിൽ ജേക്കബ് തോമസ് നടത്തുന്ന അന്വേഷണങ്ങളിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ ശക്തമായ പിന്തുണ കൊടുത്ത് കൂടെ നിൽക്കേണ്ടേ മുഖ്യമന്ത്രി ഇനിയും? അവിടെയാണ് പ്രശ്നം. കാരണം അതാണ് ഞാൻ പറയുന്നത്, കോടതി റെഫറൻസ് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഒരു വിജിലൻസ് ഡയറക്ടർ എന്നതിലേക്കുള്ള അദ്ദേഹത്തിന്റെ എഫക്റ്റീവ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് വിശ്വസിക്കുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ശ്രീ കെ ജേക്കബ്, അവിടെ ഒരൊറ്റ കാര്യം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിയമസഭയിൽ ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഈ 2 ആഴ്ച കൊണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മയിൽ അല്ലെ അദ്ദേഹം എടുക്കുന്ന നടപടികളിൽ അത്രത്തോളം വിശ്വാസമില്ലാതാകുന്ന ഒരു സാഹചര്യം അതെങ്ങനെ ഉണ്ടാകുന്നു? 2 കാര്യങ്ങൾ തോന്നുന്നു. എനിക്കിതിന്റെ ഭാഗത്ത് എന്താണ് നടന്നതെന്ന് അറിയത്തില്ല. 2 കാര്യങ്ങൾ. ഒന്ന്, ജിഷ വധക്കേസ് ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ജിഷ വധക്കേസ് ഈ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത്ര വലിയ ഭൂരിപക്ഷം ഈ സർക്കാരിന് കിട്ടുന്ന കാര്യത്തിലും ആ വധക്കേസും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ആ കേസിൽ വിചാരണയിലിരിക്കുന്ന ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് വിജിലൻസ് ഡയറക്ടർ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നുള്ള സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അത് നമ്മളുടെ ഏത് നടപടിച്ചട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത്, അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് ഇപ്പം ഒരു പാർട്ടി കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്ന് പത്രങ്ങളിൽ വാർത്ത വരികയും അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിരിക്കുകയും ചെയ്താൽ ആ പ്രോസിക്യൂഷൻ കേസ് മുഴുവൻ ദുർബലമാകുകയല്ലേ ചെയ്യുന്നത്. അത് ഒരു സർക്കാരിനും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റുക? സർക്കാരിന് മാത്രമല്ല, നിയമവാഴ്ചയിൽ വിശ്വാസമുള്ള ഒരു സൊസൈറ്റിക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. വിചാരണയ്ക്ക് ശേഷം കേസ് വിട്ടുപോയി എന്ന് കണക്കാക്കുക. അതായത് ഹൈക്കോടതിയിലെങ്കിലും അത് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ പറയും ഇതിലെന്തോ പ്രശ്നം വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് ഒരു അന്വേഷണം നടക്കുന്നത് മനസ്സിലാകും. ഇത് വിചാരണയിൽ ഇരിക്കുകയാണ് കേസ്. അതിനകത്ത് ഇൻ ക്യാമറ പ്രൊസീജിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ സമയപരിമിതി കൊണ്ടാണ് ഇവിടുന്ന് അവസാനമായി ശ്രീ കെ എസ് മധുസൂദനൻ ഒറ്റ കാര്യം, വിജിലൻസിന്റെ കാര്യത്തിൽ, അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ, അവിടെ ഇനി വരാനിരിക്കുന്ന തലവന്റെ കാര്യത്തിൽ അവർക്കൊക്കെ മനോവീര്യത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അത് നിലനിൽക്കുന്നുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? കോടതിയുടെ വിമർശനം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ലീവെടുത്ത് പോകുന്നതെങ്കിൽ ഇത് വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. കാരണം അത്തരം നട്ടലില്ലാത്ത ആളുകളെല്ലാം നമ്മൾ ഈ കസേരയിൽ ഇരുത്തേണ്ടത്. താൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ആരെല്ലാം വിമർശിച്ചു കഴിഞ്ഞാലും തൻ്റെ അന്വേഷണത്തിലൂടെ ആ ചാർജ് കൊടുക്കാൻ തയ്യാറാകുന്ന പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകണം. ഇത് വെറും അഭിപ്രായങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ കോടതി എന്തെല്ലാം പരാമർശങ്ങൾ നടത്തിയാലും അത് വിധിന്യായത്തിൽ കൂടിയൊന്നുമല്ല. വിധിന്യായത്തിൽ കൂടെ പറയാത്ത ഒന്നിനെ പോലും കണക്കാക്കേണ്ടതുമില്ല. അങ്ങനെ കണക്കാക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ടേക്ക് പോകാം. അതാണ് ഇപ്പോൾ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണ് ഈ അദ്ദേഹം വെച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത്തരം മൂക്കില്ലാത്ത ആളുകൾ ഭരിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. ആ കസേരയിൽ ഇരിക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ കുഴപ്പം, എല്ലാവിധത്തിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ പനി പിടിക്കേണ്ടതില്ല എന്നെല്ലാം പറയുന്ന രൂപത്തിലേക്ക് നല്ല രീതിയിലുള്ള പിന്തുണ കൊടുത്ത ഒന്ന് ഈ 2 ആഴ്ചയ്ക്കുള്ളുണ്ടായ ഈ ചിത്രം ഇത് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇനി വരാൻ പോകുന്ന ആളുകൾക്കും ഇതേപോലെ തന്നെ പനി പിടിക്കുന്ന ഒരവസ്ഥയിലേക്കാണോ ആ കട്ടിലേക്ക് പോകാൻ പോകുന്നത്? ഇതാണ് ദുരന്തം. കേരളത്തിന്റെ ദുരന്തമാണ് ഇവിടെ കാണാൻ പോകുന്നത്. അഴിമതി തുടച്ചു മാറ്റാൻ വേണ്ടി വളരെ നന്ദി ഡോക്ടർ അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനൻ, ഒപ്പം ഭാസുരേന്ദ്ര ബാബു, ഡീൻ കുര്യാക്കോസ്, കെ ജെ ജേക്കബ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അവധിക്ക് കാരണമെന്ത്? തന്നെ നിർബന്ധിത അവധിയിലേക്ക് നയിച്ചതാണോ? സ്ഥാനമാറ്റത്തിന് മുന്നോടിയായുള്ള അവധിയാണോ? ഇക്കാര്യത്തിലൊക്കെ ജേക്കബ് തോമസിൻ്റെ വാക്കുകൾ തന്നെ മറുപടി നൽകേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ വിശദീകരിക്കേണ്ടി വരും. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി പൊളിമിക്സ് കാണാം.